ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിതൊരു പെട്ടെന്ന് എടുക്കുന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പം ഒരു വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ലോങ് വീഡിയോ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മേലെയാണെന്ന് തോന്നുന്നു. അപ്പം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. പിന്നെ ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മന്ത് കഴിഞ്ഞു. അപ്പം ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവാണ് ഇന്ന്. ഇപ്പോൾ ഒരു 2:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. 2:30 കഴിഞ്ഞു. 3 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ വരും. അപ്പം വീടിന് കുറച്ച് അടുത്താണ്. അതുകൊണ്ട് ആ സമയമൊക്കെ ആയപ്പോൾ അങ്ങ് ഇറങ്ങി. ആ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. നല്ല വെയിലും ചൂടും. ഇപ്പോഴത്തെ വെയിൽ എന്താല്ലേ, സഹിക്കാൻ പറ്റാത്ത വെയിലല്ലേ. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഒന്ന് സ്റ്റിച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കാഷ്വാലിറ്റിയിൽ പോയി അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് എനിക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്കൊരു ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പം ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലൂക്കാച്ചൻ്റെ കാര്യമാണ്. ലൂക്കാച്ചനെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഓടുക, അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക. അവൻ്റെ പുറകെ ഒരാൾ എന്തായാലും വേണം. അതെൻ്റെ പപ്പയാണ്. പപ്പ കൂടെ തന്നെയുണ്ട്. കണ്ണ് തെറ്റി അങ്ങോട്ട് പുറത്തേക്കെല്ലാം ഓടിപ്പോവും. കുറച്ച് നേരം ഞാനായിരുന്നു അവൻ്റെ പുറകെ. എനിക്കധികം ഓടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ഓടിക്കളിക്കും. അപ്പം ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ അവന് സ്റ്റെപ്പ് കയറിയിട്ട് പോയി അങ്ങനെ ഊർന്നു വരാനായിട്ട് അറിയത്തില്ല. അറിയാം, പക്ഷേ വീണു പോകും. അങ്ങനെ അധികം പോകാത്തതുകൊണ്ട് അപ്പം ഇങ്ങനെ അവൻ അവൻ തന്നെ കണ്ടുപിടിച്ച ഐഡിയാണ്. ഇങ്ങനെ കയറിയിട്ട് അതിലിങ്ങനെ ഊർന്നു വരും. കുറച്ച് നേരം അതിലിങ്ങനെ കളിച്ചു. കുറേ നേരം ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു ഇതിലൊക്കെ ആയിട്ട്. നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ഞാനും ഇസയും കൂടിയിട്ട്, ഇസബൽ എന്നാട്ടോ എൻ്റെ രണ്ടാമത്തെ ബേബിയുടെ പേര്. അപ്പം ഞാനും ഇസയും കൂടെ പുറത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും സന്ധ്യയായി. നല്ല രസമല്ലേ സൂര്യൻ അസ്തമിക്കുന്ന ആ വ്യൂ. പിന്നെ വൈകുന്നേരം എന്തായാലും ഞാൻ കഴിക്കും കേട്ടോ, ഒരു 6 മണിയൊക്കെ കഴിയുമ്പം. അപ്പം പഴം ആണ് മെയിനായിട്ടും കഴിക്കുന്നത്. എനിക്ക് പഴം പുഴുങ്ങി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് പറയുന്നത്, നെയ്യ് ഒഴിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചെടുക്കില്ലേ, അതാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പം ഞാനത് 2 പഴം എടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്കും ലൂക്കാച്ചനും വേണ്ടിയിട്ടാണ്. ലൂക്കാച്ചൻ കഴിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാനെപ്പോഴും അവന് വേണ്ടിയിട്ടും കൂടി ഉണ്ടാക്കും. എനിക്കിത് കുറച്ച് നല്ല ബ്രൗണായിട്ട് വരണം. പക്ഷേ സമയം കുറവായതുകൊണ്ട് ഇപ്പോൾ കഴിച്ചില്ലേ പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കലൊക്കെ കണക്കാം. അപ്പോൾ ഞാൻ വേഗം തന്നെ ഉണ്ടാക്കുകയാണ്. അധികം ബ്രൗൺ ആക്കാൻ നിന്നില്ല. അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പം അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തിരിച്ച് മറിച്ചിട്ട് എടുത്തു. പിന്നെ ലൂക്കാച്ചൻ കാർട്ടൂൺ കാണുമായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പോയി അവനും കൂടെ കൊടുത്ത് ഞാനും കൂടെ ഇരുന്ന് കഴിച്ചു. ഇസയുടെ കാര്യമാണ്. ഇസേനെ ഒന്ന് മേലൊക്കെ ഒന്ന് തുടച്ച് അവൾക്ക് നൈറ്റിലെ ഡ്രസ്സെല്ലാം ഇട്ട് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി അവളെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോകാം. അപ്പം ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ബെഡിലെല്ലാം ഇങ്ങനെ കളിച്ചിട്ടാണ് അവൾ ഉറങ്ങുന്നത്. അവളെ ഉറക്കിയിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് ഫുഡെല്ലാം കഴിച്ച് അപ്പോഴത്തേക്കും അവൾ എണീറ്റിട്ടുണ്ടാവും. പിന്നെ ഫീഡൊക്കെ ചെയ്ത് പിന്നെയും കിടത്തും. പിന്നെ ഞാൻ എൻ്റെ ഉറങ്ങാനുള്ള പരിപാടിയെല്ലാം സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണ്. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് എനിക്ക് 2 ബോട്ടിൽ വെള്ളം എന്തായാലും വേണം. അപ്പം ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പം കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.